നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തണമോ അതോ ഓരോ രൂപയ്ക്കും വേണ്ടി നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടണമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഓരോ ദിവസവും നിങ്ങൾ കണ്ണു തുറക്കുന്ന ആ ആദ്യത്തെ 5 സെക്കൻഡുകളിലാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സ്പിരിച്വൽ കോഡ് ആണിത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങൾ മാറുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ഈ കോഡ് മാറേണ്ടതുണ്ട്. രാവിലെ അലാറം അടിച്ചതിന് ശേഷം നിങ്ങൾ പൂർണ്ണമായ ബോധത്തിലേക്ക് വരുന്ന ആ ചെറിയ നിമിഷങ്ങൾ, അവിടെയാണ് നിങ്ങളുടെ ഐശ്വര്യത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും രാവിലെ കണ്ണ് തുറന്നാലുടൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? പതുക്കെ കൈ നീട്ടി ഫോൺ കയ്യിലെടുക്കും. ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകളോടെ ഇമെയിലുകൾ നോക്കും, ലോകത്തിലെ വാർത്തകൾ വായിക്കും, ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യും. ഇതൊരു നിസ്സാരമായ ശീലമായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ സത്യത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ്. എന്റെ കയ്യിൽ പണമില്ല, ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ്, എനിക്ക് ഒന്നിനും തികയുന്നില്ല എന്ന് പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ചു പറയുന്ന പ്രാർത്ഥന. ഒരു യാചകനെപ്പോലെ അഭാവങ്ങൾക്കായി തിരഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ദിവസം തുടങ്ങുന്നത്. പിന്നെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവുക? ഈ വിനാശകരമായ ശീലം മാറ്റാൻ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പുരാതനമായ ഒരു ആത്മീയ സാങ്കേതിക വിദ്യയാണ്. വെറും 5 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ദിവസത്തെയും ജീവിതത്തെയും മാറ്റാൻ കഴിയുന്ന ഒരു രീതി. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഒരു ചോദ്യം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? അത് ബില്ലുകളെക്കുറിച്ചാണോ അതോ അനുഗ്രഹങ്ങളെക്കുറിച്ചാണോ? അത് ദേഷ്യമാണോ അതോ നന്ദിയാണോ? സത്യസന്ധമായി കമന്റ് ചെയ്യുക. അതോടൊപ്പം ഇതുപോലെയുള്ള ജീവിതം മാറ്റുന്ന അറിവുകൾക്കായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സമൃദ്ധിയിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഈ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യേണ്ടത് 3 ലളിതമായ ഘട്ടങ്ങളാണ്. 1. ആദ്യത്തെ 5 സെക്കൻഡ്, ദ നോൺ നെഗോഷ്യബിൾ 5 സെക്കൻഡ്സ്. ഇന്ന് മുതൽ നിങ്ങളുടെ ഫോൺ രാവിലെ എഴുന്നേറ്റ ഉടൻ സ്പർശിക്കരുത്. അലാറം ഓഫ് ചെയ്യാൻ മാത്രമേ ഫോൺ എടുക്കാവൂ. കണ്ണ് തുറന്നാലുടൻ മറ്റ് ചിന്തകൾ മനസ്സിലേക്ക് വരുന്നതിന് മുൻപ് ഈ ലോകത്തിലേക്ക് തിരിച്ചെത്തിയതിന് നന്ദി പറയുക. ഞാൻ ഈ പുതിയ ദിവസത്തെയും ഇതിലെ എല്ലാ അനുഗ്രഹങ്ങളെയും സ്വീകരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. നിങ്ങൾ ഒന്നും ചോദിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിലവിലുള്ള അനുഗ്രഹങ്ങളെ അംഗീകരിക്കുകയാണ്. കൺഫെഷൻ. ഇത് നിങ്ങളുടെ തലച്ചോറിനെ വിജയത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുന്നു. 2. കൈകൾ തുറന്നു പിടിക്കുക. ദ ഫിസിക്കൽ കൺഫെഷൻ. വാക്കുകൾ പറഞ്ഞതിന് ശേഷം കിടക്കയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ 2 കൈപ്പത്തികളും ആകാശത്തേക്ക് തുറന്നു പിടിക്കുക. ഇതൊരു സ്വീകരണ മുദ്രയാണ്. നമ്മുടെ ഉള്ളിലെ പേടിയും ആകുലതയും പേശികളിൽ മുറുക്കമുണ്ടാക്കും. കൈകൾ തുറക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് ഒരു സന്ദേശം നൽകുകയാണ്, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ സമയത്ത് നിലവിലുള്ള ഒരു കൊച്ചു കാര്യത്തിന് നന്ദി പറയുക. അത് നിങ്ങൾക്ക് പുതുക്കാൻ കിട്ടിയ പുതപ്പാകാം, അല്ലെങ്കിൽ പുറത്തെ മഴയുടെ ശബ്ദമാകാം. അത് അനുഭവിച്ചുകൊണ്ട് തന്നെ നന്ദി പറയുക. 3. ഭാവി ഇന്നാണെന്ന് പ്രഖ്യാപിക്കുക. ഫ്യൂച്ചർ ഡെക്ലറേഷൻ. അവസാനത്തെ 30 സെക്കൻഡ് നിങ്ങളുടെ ഭാവി സൃഷ്ടിക്കാനുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകഴിഞ്ഞു എന്ന രീതിയിൽ നന്ദി പറയുക. ദൈവമേ, എനിക്ക് ആ പുതിയ ബിസിനസ് ഡീൽ ലഭിച്ചതിന് നന്ദി, അല്ലെങ്കിൽ കടബാധ്യതകളെല്ലാം തീർന്ന് സമാധാനത്തോടെ ഇരിക്കാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങൾ ചോദിക്കുകയല്ല, മറിച്ച് അത് നടന്നതായി ഉറപ്പിച്ചു പറയുകയാണ്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകുന്ന കൃത്യമായ നിർദ്ദേശമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം പണമില്ലാത്തതല്ല, മറിച്ച് നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കം ശരിയല്ലാത്തതാണ്. ഈ 5 മിനിറ്റ് പോലും എടുക്കാത്ത ശീലം ഒരു 30 ദിവസം മുടക്കാതെ പരീക്ഷിച്ചു നോക്കൂ. ബാങ്ക് അക്കൗണ്ടിലല്ല മാറ്റം വരിക, മറിച്ച് ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന നിങ്ങളിലാണ്. നിങ്ങൾ മാറുമ്പോൾ ലോകം നിങ്ങൾക്കായി മാറും. നാളെ രാവിലെ മുതൽ ഈ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ എന്റെ രാവിലെയെ തിരഞ്ഞെടുക്കുന്നു, ഐ ചൂസ് മൈ മോർണിംഗ് എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പുലരിയും വലിയ അനുഗ്രഹങ്ങളായി മാറട്ടെ.